നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എത്ര നന്നായിക്കോട്ടെ, ബട്ട് അത് ഷൂട്ട് ചെയ്യുന്ന രീതി അൺപ്രൊഫഷണൽ ആണെങ്കിൽ അത് നിങ്ങളെ എഫക്ട് ചെയ്യും. എങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പ്രൊഫഷണലി ഷൂട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ലാസ്റ്റ് വരെ കാണുക. ലെറ്റ്സ് ഗോ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ സീരീസിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ദാറ്റ് ഈസ് ഹൗ ടു ഷൂട്ട് ആൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഫോർ ആക്ടേഴ്സ് ആൻഡ് മോഡൽസ് ബോത്ത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ എങ്ങനെയാണ് പ്രൊഫഷണലി ഷൂട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം ഒരു കാസ്റ്റിംഗ് കോൾ വരുമ്പോൾ അതിൽ ആയിരക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യാറുണ്ട്. ഓൺ എ ഡെയിലി ബേസിസ് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അസോസിയേറ്റ് ആയിക്കോട്ടെ, നൂറുകണക്കിന് ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാറുണ്ട്. സോ എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. എല്ലാവരും പേര്, ഏജ്, നമ്പർ ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. സോ ഇതിൽ നിന്ന് എങ്ങനെ ഒരു പ്രൊഫഷണലി എങ്ങനെ ഒരു എന്താ പറയുക സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ അവസാനം വരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സ്വന്തമായിട്ട് ഒരു പ്രൊഫഷണലി ഇൻട്രൊഡക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അതിനു മുമ്പ് ഈ ചാനലിൽ ഞാൻ മോഡലിംഗ് റിലേറ്റഡ് വീഡിയോസ് മാത്രമല്ല, ഫാഷൻ, ഫിറ്റ്നസ്, ഗ്രൂമിംഗ്, ഹെയർ കെയർ, സ്കിൻ കെയർ, മോഡലിംഗ്, ആക്ടിംഗ് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. സോ ഡെഫിനറ്റ്ലി താഴെ സബ്സ്ക്രൈബ് ചെയ്യാം, റെഡ് കളർ ബട്ടൺ ആണ്, ആൻഡ് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം, യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഞാൻ ഡെയിലി ബേസിസിൽ ഫാഷൻ റിലേറ്റഡ്, ഫിറ്റ്നസ് റിലേറ്റഡ്, എൻ്റെ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ്, വീഡിയോസ്, സ്റ്റോറീസ് എല്ലാം ഡെയിലി ബേസിസിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഗൈസ്, ഫസ്റ്റ് പോയിന്റ് ആണ് ഷൂട്ട് ഓൺ എ ലാൻഡ്സ്കേപ്പ് മോഡ്. യെസ്, നിങ്ങളുടെ ഫ്രെയിം ലാൻഡ്സ്കേപ്പ് ആയിരിക്കണം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും റീൽസും ടിക്ടോക്കും ഒക്കെ ചെയ്ത് ശീലിച്ച് എപ്പോൾ ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പോർട്രേറ്റ് മോഡിലായിരിക്കും ഷൂട്ട് ചെയ്യുക, അതായത് വെർട്ടിക്കൽ മോഡിലായിരിക്കും. അങ്ങനെയല്ല നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യേണ്ടത്. ഓൺ എ ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കണം ഷൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹോറിസോണ്ടലി വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതായിരിക്കണം നിങ്ങളുടെ ഫ്രെയിം. നിങ്ങൾ സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ ടി വിയിൽ ആഡ് ഒക്കെ വരുമ്പോൾ കാണില്ലേ, സോ മോഡൽസ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, രണ്ടുപേരും നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ, അതായത് ഹോറിസോണ്ടലി വേണം നിങ്ങളുടെ ഫ്രെയിം ഇരിക്കാൻ. That is the first and the most important point. Second point ആണ് use maximum resolution. യെസ് ഗൈസ്, എല്ലാവരുടെ കയ്യിൽ ക്യാമറ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ബട്ട് എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇതിൽ നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്തോ അതോ ഫോണിൽ ഷൂട്ട് ചെയ്തോ എന്നതിലല്ല പ്രാധാന്യം, നിങ്ങൾക്കാണ് പ്രാധാന്യം. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ദ വേ യു ടോക്ക്, ഇതിനാണ് പ്രാധാന്യം ഇൻട്രൊഡക്ഷൻ വീഡിയോയിലുള്ളത്. സോ നിങ്ങൾക്ക് ക്യാമറ ഇല്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട, നിങ്ങൾ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ. ബട്ട് നിങ്ങൾ ക്യാമറ സെറ്റിംഗ്സിൽ പോവുക, അതായത് ഫോണിൽ ക്യാമറ സെറ്റിംഗ്സിൽ പോവുക, എന്നിട്ട് മാക്സിമം റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക. അതായത് ഫുൾ എച്ച് ഡി ഉണ്ടെങ്കിൽ മിക്ക ഫോണിലും ഫുൾ എച്ച് ഡി ഉണ്ടാവാറുണ്ട്. സോ ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ മാക്സിമം ചെയ്യുക, മാക്സിമം ഫ്രെയിം റേറ്റ് വെച്ചിട്ട് നിങ്ങളുടെ അനാവശ്യമായ എന്തെങ്കിലും എസ് ഡി കാർഡ് ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ, എന്നിട്ട് നല്ല സ്പേസ് വെക്കുക, എന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ പകുതിയാകുമ്പോൾ തന്നെ എസ് ഡി കാർഡ് ഫുള്ളായി എന്ന് പറഞ്ഞ് എറർ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി നിങ്ങളുടെ മൂഡ് ഔട്ട് ആവും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യം സ്പേസ് റെഡിയാക്കുക, അതിനുശേഷം ഫോണിൽ തന്നെ ക്യാമറ സെറ്റിംഗ്സിൽ ഹൈ റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യുക. ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. കാരണം ഡീഫോൾട്ട് സെറ്റിംഗ് ചിലപ്പോൾ എന്താ പറയുക, റെസൊല്യൂഷൻ കുറവായിരിക്കും അല്ലെങ്കിൽ ഫ്രെയിം റേറ്റ് കുറവായിരിക്കും. സോ മാക്സിമം റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യുക. ഇറ്റ് വിൽ ചേഞ്ച് ദ വീഡിയോ ഡെഫിനറ്റ്ലി. Alright, so third point ആണ് use a plain background. Yes guys, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ പുറകിൽ നോക്കിയാൽ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഇവിടെ ഈ ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന 1 മിനിറ്റോ 1.5 മിനിറ്റോ ആണ്. അതുമല്ല, ഒരാൾ നിങ്ങളുടെ വീഡിയോ 10 പ്രാവശ്യം നോക്കാൻ പോലുള്ള, ഒരൊറ്റ പ്രാവശ്യമേ നോക്കുള്ളൂ. സോ ഈ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റിൽ ഈ കാണുന്ന ആളുടെ ശ്രദ്ധ മൊത്തം നിങ്ങളിലായിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക, എന്നിട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ മാക്സിമം പറ്റുന്ന അത്രയും പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല, ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പൊ സ്വിച്ച് ബോർഡ് കണ്ടില്ലേ, ഈ സ്വിച്ച് ബോർഡ് ആണെങ്കിൽ ഇത് മാറ്റാൻ പറ്റില്ല, ബട്ട് ഇത് ചെറുതാണ്, അത്ര എന്താ പറയാ, അത്ര കുഴപ്പമില്ല, നിങ്ങൾക്ക് അത്ര ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയ സാധനങ്ങൾ, അതായത് പുറകിൽ എന്തെങ്കിലും തുണി അലക്കാൻ ഇട്ടത് എന്തെങ്കിലും പുറകിലുണ്ട്, അല്ലെങ്കിൽ കുറെ അധികം ബുക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ, ഇതൊക്കെ എനിക്ക് മാറ്റാൻ പറ്റിയതാണെങ്കിൽ മാറ്റി പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും. കാരണം ഫുൾ ശ്രദ്ധ നിങ്ങളിലായിരിക്കും. സോ മാക്സിമം പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, അതൊരു പ്രൊഫഷണൽ ലുക്ക് അങ്ങനെയാണ് ഗൈസ്. പ്രൊഫഷണലി സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, ചെറിയ വീടൊക്കെ ആണെങ്കിൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങളുടെ വീട്ടിന് പുറത്ത്, അതായത് നിങ്ങളുടെ ബാൽക്കണിയിലൊക്കെ പോയി നിന്നാലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, സോ ഗൈസ്, നെക്സ്റ്റ് പോയിന്റ് ആണ് പ്ലേസ് ക്യാമറ ഓൺ യുവർ ഐ ലെവൽ. യെസ് ഗൈസ്, നിങ്ങളുടെ ക്യാമറ ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, അത് താഴത്തെ ആംഗിളിലോ പൊക്കത്തെ ആംഗിളിലോ സൈഡ് ആംഗിളിലോ ഒന്നും വെക്കാൻ പാടില്ല. വെറുതെ തോന്നിയ പോലെ വെക്കരുത്. കുറച്ച് സീരിയസ് ആവാ നിങ്ങൾ. എന്നിട്ട് കണ്ണിന് നേരെ, നിങ്ങളുടെ നേരെ വേണം വെക്കാൻ. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലെ വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന
സംസാരിക്കുന്ന പോലെ വേണം ഷൂട്ട് ചെയ്യാൻ. അത് വളരെ എഫക്റ്റീവ് ആണ്. സോ നിങ്ങൾ എപ്പോഴും ക്യാമറ ആയിക്കോട്ടെ ഫോൺ ആയിക്കോട്ടെ ഒന്നെങ്കിൽ ട്രൈപോഡിൽ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈപോഡ് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റൂളിന്റെ പുറത്ത് വേറെ സ്റ്റൂൾ വെച്ചിട്ട് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല നിങ്ങൾക്ക് ജനാല ഉണ്ടെങ്കിൽ ജനാലയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക കബോർഡോ അല്ലെങ്കിൽ വലിയ ടേബിൾ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് മാക്സിമം മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളുടെ കണ്ണിന്റെ ആ ലെവലിൽ വേണം ഫ്രെയിം വരാൻ വേണ്ടി, അതായത് ലെൻസ് വരാൻ വേണ്ടി. ക്യാമറ ആയിക്കോട്ടെ ഫോൺ ആയിക്കോട്ടെ ഇറ്റ് ഡസന്റ് മാറ്റർ, ബട്ട് നിങ്ങളുടെ കണ്ണിന്റെ നേരെ വരാൻ ശ്രമിക്കുക. അതെങ്ങനെയും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓൾറൈറ്റ്, ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. നിങ്ങൾ എന്താ പറയുക ഫേസിന്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോവും ഈ ആംഗിൾ മാറുമ്പോൾ. സോ നേരെ വേണം എപ്പോഴും വെക്കാൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. So guys, next point ആണ് use a mic. Yes guys, it's very important because video is equal to visual plus audio. I repeat, video is equal to visual plus audio. Note it down. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോ. ഈ പോയിന്റ്സ് ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുക കാണുന്ന, അതായത് കണ്ണുകൊണ്ടുള്ള പരിപാടിയാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ കാതുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വിഷ്വൽ എത്ര നന്നായാലും നിങ്ങളുടെ ഓഡിയോ ക്ലിയർ അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ട്, മിക്സി ഓടുന്ന ശബ്ദം, കുക്കറിന്റെ ശബ്ദം, അയൽവക്കക്കാരെ ഒച്ചയെടുക്കുന്നു, ഇടിപിടിക്കുന്നു, അതിന്റെ ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വീഡിയോ മോശമായിരിക്കും. നമ്മൾ കാണുമ്പോൾ എത്ര നല്ലതാണോ അത്രയും കേൾക്കുമ്പോഴും നന്നായിരിക്കണം. നിങ്ങളുടെ വോയിസ് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. എന്ന് വെച്ച് ഞാൻ നിങ്ങളോട് ആയിരക്കണക്കിന് രൂപയുടെ വലിയ വലിയ മൈക്കൊന്നും മേടിക്കാനല്ല പറയുന്നത്. എനിക്കറിയാം നിങ്ങളെപ്പോലെ ഞാനൊരു മിഡിൽ ക്ലാസ് പയ്യനാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ കഴുത്തി കിടക്കണുള്ളൂ ലേപ്പിൾ മൈക്കാണ്. ഇത് ബോയയുടെ മൈക്കാണ്. ഇതിനെക്കുറിച്ച് സ്പെഷ്യലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഈ വീഡിയോക്ക് ശേഷം ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. സോ ഇതിന് എനിക്ക് തോന്നുന്നു 790-800 രൂപ ആ റേഞ്ചാണ്. ഇടക്കിടക്ക് മാറും. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. സോ 10-800 രൂപ ഉള്ളൂ ഇതിന്. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ വോയിസിനെ മുട്ടൻ ചേഞ്ച് ആവും. എൻ്റെ പഴയ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വോയിസ് എന്താണെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് കേട്ടാൽ അറിയാൻ പറ്റും വോയിസിലുള്ള ഡിഫറൻസ് എന്താണ്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ 800 രൂപയുടെ ഈ മൈക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ലേപ്പിൾ മൈക്ക് വെച്ചിട്ടാണ്, കോളർ മൈക്ക്. ഓക്കെ, ഈ മൈക്കിന് എനിക്ക് തോന്നുന്നു 200 രൂപ 250 രൂപ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മേടിക്കുന്ന സമയത്ത്. ഇപ്പൊ എനിക്ക് റേറ്റ് അറിയില്ല, ഞാൻ നോക്കട്ടെ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഈ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. സോ നിങ്ങൾക്ക് 250 രൂപയാണെങ്കിൽ പോലും ഇത് വളരെ എഫക്റ്റീവ് ആണ് ഗൈസ്. ഒരു കോളർ മൈക്ക്, ഒരു ലേപ്പിൾ മൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ മേടിക്കുന്നത് നന്നായിരിക്കും. അഗെയിൻ, നിങ്ങൾ സീരിയസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഒരു സീരിയസ് മോഡൽ ആൻഡ് ആക്ടറാണ്, അല്ലെങ്കിൽ ലോങ് ടേം നിങ്ങൾ ഇത് നോക്കുന്നുണ്ട്, പ്രൊഫഷൻ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ ഒരു വീഡിയോ അല്ല ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ലുക്ക് മാറുന്നതിനനുസരിച്ച് കുറേ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ താടിയും മുടിയൊക്കെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, അതായത് ഷേവ് ചെയ്യുന്നതനുസരിച്ച്, നിങ്ങൾ മുടി വളർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുടി കട്ട് ചെയ്തതിന് അതിനുശേഷം നിങ്ങളുടെ ലുക്സ് മാറുകയാണ്. അപ്പോൾ കുറേ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അറിയാലോ എല്ലാം ഓൺലൈൻ ഓഡിഷനാണ്. അവർ സ്ക്രിപ്റ്റ് അയച്ചു തരുമ്പോൾ നിങ്ങൾ ഓഡിഷൻ നിങ്ങൾ എക്സാക്ട്ലി നിങ്ങൾക്ക് അതുപോലെ തന്നെ അഭിനയിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വോയിസ് വെരി ഇമ്പോർട്ടൻറ്റ്. വോയിസ് മോഡുലേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ടൺസ് ഓഫ് വീഡിയോസ് ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ടൺസ് ഓഫ് വീഡിയോസ്, ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിക്കോട്ടെ, മോണോലോഗ്സ് ആയിക്കോട്ടെ, ഓഡിഷൻ പെർഫോമൻസ് വീഡിയോ ആയിക്കോട്ടെ. സോ ഒരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ ആക്ടിങ് ആൻഡ് മോഡലിംഗ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ വെർത്ത് ഇറ്റ് ആയിരിക്കും. ഡെഫിനറ്റ്ലി ഇത് ചീഞ്ഞു പോകുന്ന സാധനമല്ല, വീട്ടിൽ തന്നെ കിടക്കും, നല്ല ക്വാളിറ്റിയുടെ സാധനമാണ്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ബട്ട് നിങ്ങൾ സീരിയസ് അല്ല, വെറുതെ തമാശയ്ക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ മേടിക്കേണ്ട, വെറുതെ കാശ് കളയണ്ട. ആ കാശ് പാവപ്പെട്ട ആൾക്ക് കൊടുത്തുള്ളൂ, നല്ല ഭക്ഷണം മേടിച്ചു കൊടുത്തുള്ളൂ പാവപ്പെട്ട ആൾക്ക്. സോ ഗൈസ്, ലാസ്റ്റ് ബട്ട് നെവർ ദ ലീസ്റ്റ്, ലൈറ്റിംഗ്. യെസ് ഗൈസ്, ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ വീഡിയോഗ്രാഫി ആയിക്കോട്ടെ, ലൈറ്റിംഗ് ഈസ് ദ കിങ്. എത്ര നല്ല ലൈറ്റിംഗ് ആണോ അത്രയും നല്ല ഫോട്ടോസ് ആൻഡ് വീഡിയോസ് വരും. എത്ര മോശം ലൈറ്റിംഗ് ആണോ അത്രയും മോശം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് വരും. ഡിപ്പെൻഡിങ് ഓൺ ദ ഫോട്ടോഗ്രാഫർ. നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ എടുക്കാറില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞതൊക്കെ വേസ്റ്റ് ആണ്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാൻ പറ്റുമെങ്കിൽ ലൈറ്റിംഗ് വെച്ച് നിങ്ങൾക്ക് കുറെ പ്ലേ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രെയിം തന്നെ, നിങ്ങളുടെ ലുക്ക്, ആ വൈബ്, ആ ഫീല് തന്നെ മാറ്റാൻ പറ്റും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി. ഓക്കെ, സോ ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒന്നെങ്കിൽ നിങ്ങൾ നല്ലൊരു ലൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം. ഇമ്പോർട്ടൻ്റ് അല്ല ഗൈസ്, വെറുതെ റൂമിലുള്ള ലൈറ്റ് ഓൺ ചെയ്താലും ഇറ്റ്സ് ഗുഡ് ഇനഫ്. നിങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാ റൂമിലും ട്യൂബ് ഉണ്ടാവും, LED ലൈറ്റ് ഒക്കെ ഉണ്ടാവും, LED ട്യൂബ് ഒക്കെ ഉണ്ടാവും എല്ലാവരുടെ വീട്ടിൽ. ഇല്ല ബൾബാണെങ്കിൽ പോലും, CFL ആണെങ്കിൽ പോലും ഏറ്റവും നല്ല രീതിയിൽ വെളിച്ചം നിങ്ങളുടെ മുഖത്തേക്ക് ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ടിലോ സൈഡിലോ അല്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈറ്റിംഗ് നിങ്ങളുടെ മുഖത്ത് വീഴണം, നിങ്ങളുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണണം. അതാണ് ഉദ്ദേശം. ഓക്കെ, എത്ര വലിയ ലൈറ്റ് ആയിക്കോട്ടെ, എത്ര ചെറിയ ലൈറ്റ് ആയിക്കോട്ടെ, ഡസന്റ് മാറ്റർ. ബട്ട് നിങ്ങളുടെ ഫേസ് തെളിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളെ കാണാൻ പറ്റുന്ന വീഡിയോയിൽ ക്ലിയർ ആയിട്ട്, അത്രേ ഉള്ളൂ. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ലൈറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സീക്രട്ട് ലൈറ്റ് ഞാൻ പറഞ്ഞുതരാം. The best light in the world that is absolutely free, sunlight. Yes guys, ഇപ്പൊ ഇവിടെ എന്റെ ജനാലയുണ്ട്, കർട്ടൻ ഇട്ടിട്ടുണ്ട് ജനാലയിൽ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഇപ്പൊ ഈ കർട്ടൻ മാറ്റാൻ പോവാണ്. സോ കർട്ടൻ മാറ്റി കഴിയുമ്പോൾ കണ്ടോ ലൈറ്റിന് ഡിഫറൻസ് ഉണ്ടോ? ഇത് കർട്ടൻ അടിച്ചിട്ടു, കർട്ടൻ തോന്നോ, ലൈറ്റിങ്ങിന് ഡിഫറൻസ് നിങ്ങൾ നോക്ക്. ഫ്രീ ആണത്, സൂര്യന്റെ വെളിച്ചം, സൂര്യൻ ദേവത ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ലൈറ്റ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ഓഫ് ഇറ്റ്.
നിങ്ങൾ ബാൽക്കണിയിൽ പോവുക അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക, വീടിന്റെ പുറത്തേക്ക് പോയി നിൽക്കുക, അധികം ആൾക്കാർ പുറത്തുള്ള ആൾക്കാർ സംസാരിക്കാത്ത സമയത്ത് പോയി നിൽക്കുക, ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത സമയത്ത് പുറത്ത് ബാൽക്കണിയിൽ പോയി നിൽക്കുക, എന്നിട്ട് നാച്ചുറൽ ലൈറ്റിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. കിഡിലൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കിട്ടും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ അങ്ങനെയും ചെയ്യാം. സോ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിഷമിക്കേണ്ട, ഞാനുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടെക്നിക്സ് ഉപയോഗിക്കുക, എല്ലാം സെറ്റ് ആവും. ഓക്കെ, ഇനി ഞാൻ ഇപ്പൊ റൂമിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഞാൻ ഇനി റൂമിന്റെ പുറത്ത് എന്റെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മൈക്ക് യൂസ് ചെയ്യില്ല, ഞാൻ എന്താ പറയാ ലൈറ്റ് യൂസ് ചെയ്യില്ല, ലൈറ്റും മൈക്കും ഒന്നും യൂസ് ചെയ്യാതെ പുറത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കാരണം എല്ലാവരുടെയും കയ്യിൽ ലൈറ്റും മൈക്കും ഒന്നും ഉണ്ടാവണം നിർബന്ധമില്ല. സോ ഇതൊന്നും ഇല്ലാതെ ഞാൻ പുറത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് ഞാൻ വീടിന്റെ പുറത്തേക്ക് പോണേണ്. പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, നോ മൈക്ക്, സൺലൈറ്റ്. സോ മൈക്കില്ല, പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഇതുപോലുള്ള ടെക്നിക്സ് ഉപയോഗിക്കാം. ഓൾറൈറ്റ്, അകത്തേക്ക് പോവാം. സോ ഗൈസ് കണ്ടില്ലേ നിങ്ങൾ, അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. സോ നിങ്ങൾക്ക് ലൈറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, മൈക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ചെറിയ വീടാണ്, വീട്ടിൽ കുറെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്, സോ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. റിമെമ്പർ, ഇഫ് there is a will, there is a way. You just have to find that way. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് നേരായ വഴിയാണെങ്കിൽ, നേരായ കാര്യമാണെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു വഴി കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ ഈ ചാനലിലേക്ക് പോവാ, ഞാനൊരു വഴി പറഞ്ഞുതരാം. ഓൺ ദാറ്റ് നോട്ട്, സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി ഈ പോയിന്റ് ഒക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നെക്സ്റ്റ് 2 പാർട്ട് വരും. ദാറ്റ് ഈസ് വാട്ട് ടു വെയർ, സെക്കൻഡ് പാർട്ട് എന്താണ് ഇടേണ്ടത്, നിങ്ങൾ മേക്കപ്പ് എങ്ങനെയായിരിക്കണം, ആൻഡ് ദ തേർഡ് പാർട്ട് ദ കോണ്ടന്റ്, എന്തൊക്കെയാണ് പറയേണ്ടത്. സോ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് സൈനിങ് ഔട്ട്. ഐ ലവ് യു ആൾ. Subscribe.